ഗൈസ്, ഇതാണ് LED ടെസ്റ്റർ. എത്ര ചെറിയ LED യോ വലിയ LED യോ അപ് ടു 300 വോൾട്ട് DC വരെ നമുക്ക് ഈ ഒരു ടെസ്റ്റർ ഉപയോഗിച്ച് അളക്കാൻ സാധിക്കും. ചെക്ക് ചെയ്ത ശേഷം ആ LED ഓക്കെ ആണോ നമുക്കറിയാം, അത് എത്ര വോൾട്ടേജ് എടുക്കുന്നുണ്ടെന്ന് എല്ലാം നമുക്ക് ഇതിൻ്റെ ഒരു ഡിസ്പ്ലേ വഴി അറിയാൻ സാധിക്കും. സാധാരണ മൾട്ടിമീറ്റർ പോലെ തന്നെ നമുക്ക് ജസ്റ്റ് രണ്ടൊരു പ്രോബും പിന്നെ നമുക്ക് AC അഡാപ്റ്ററും, അതായത് AC കണക്ട് ചെയ്യാനുള്ളൊരു AC കോഡുമാണ് ഇതിൻ്റെ ഒപ്പം ഉണ്ടാവുക. ടെക്നീഷ്യന്മാർക്ക് വളരെയധികം യൂസ്ഫുൾ ആയിട്ടൊരു ടൂളാണിത്. നമുക്ക് ഇത് വെച്ച് എങ്ങനെയാണ് LED ചെക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് ഇവിടെ സൈഡിലാണെങ്കിൽ ഒരു പവർ ബട്ടൺ കാണാം. പവർ കണക്ട് ചെയ്ത ശേഷം നമ്മൾ ജസ്റ്റ് ഡിസ്പ്ലേ ഓൺ ആക്കുന്ന സമയത്ത് നമുക്കതിൽ ഒരു റീഡിങ് കാണിക്കും. അപ്പോൾ നമ്മൾ അത് ജസ്റ്റ് വെറുതെ ഒരു റീഡിങ് കാണിക്കുള്ളൂ. നമ്മളിനി ആ ഒരു പ്രോബിൽ LED കണക്ട് ചെയ്യാൻ വിചാരിച്ച് ആ ഒരു LED എത്ര വോൾട്ടേജ് എടുക്കും എല്ലാം നമുക്കതിൽ കാണാൻ സാധിക്കും. അപ്പോൾ നമുക്കൊരു ചെറിയ LED ഈ ഒരു പ്രോബ് വെച്ചൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം ഈ 2 പ്രോബുകളിലായിട്ട് ഈ LED ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഞാനൊരു ചെറിയ LED കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ആ സ്വിച്ച് ഒന്ന് ഓൺ ആക്കി നോക്കാം. ഗൈസ് നോക്കാം. അപ്പോൾ നമ്മുടെ ആ ഒരു LED നമുക്ക് കത്തണ കാണാം. അപ്പോൾ ആ ഒരു LED 2 വോൾട്ടാണ് എടുക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇനി നമുക്ക് മറ്റൊരു സ്ട്രിപ്പ് കണക്ട് ചെയ്ത് നോക്കാം. ഇതിപ്പോൾ നമ്മുടെ TVയുടെ ബാക്ക് ലൈറ്റാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് അതിൻ്റെ ആ ടെസ്റ്റ് പോയിന്റുകളിൽ പോസിറ്റീവിലും നെഗറ്റീവിലും നമുക്കൊന്ന് ടച്ച് ചെയ്ത് നോക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ആ ഒരു LED കത്തുന്നത് കാണാം. അപ്പോൾ നമുക്കത് ആ ഒരു കംപ്ലീറ്റ് ബ്രൈറ്റ്നെസ്സിൽ കത്തില്ലെങ്കിലും നമുക്ക് ആ ഒരു LED ഓക്കെ ആണോന്നും അതായത് ആ ഒരു സ്ട്രിപ്പ് ഓക്കെ ആണോന്നും അത് എത്ര വോൾട്ടേജ് നിലവിൽ എടുക്കുന്നുണ്ട് എല്ലാ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ സാധിക്കും. ഇനി നമുക്കൊരു 12 വോൾട്ട് സ്ട്രിപ്പ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് കാണാം ആ ഒരു സ്ട്രിപ്പ് കത്തുന്നതും അതിൻ്റെ ആ ഒരു എത്ര വോൾട്ടേജാണ് ആ ഒരു സ്ട്രിപ്പ് നിലവിൽ എടുക്കുന്നതെന്ന് നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും. ഇപ്പോൾ നോർമലി നമുക്ക് ഈ ഒരു ടൂൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അധികാരം നമുക്ക് വീട്ടിലൊന്നും മേടിച്ച് അങ്ങനെ വെക്കാറില്ല. നോർമലി ടെക്നീഷ്യന്മാരൊക്കെ കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു ടൂളാണിത്. നമുക്കങ്ങനെ നോർമൽ യൂസ് ചെയ്യാൻ അധികം ആവശ്യം വരാറുമില്ല. എന്നാലും ഇങ്ങനൊരു ടൂൾ ഉണ്ടെന്ന് ഞാൻ നിങ്ങളെ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തിയെന്ന് മാത്രം. അപ്പോൾ നമ്മുടെ വീഡിയോ ഉപകാരപ്രദമായിട്ട് തോന്നിയെങ്കിൽ സബ്സ്ക്രൈബ് ആൻഡ് ഫോളോ.